കൂട്ടുകാർക്കെല്ലാം കാതികയിലേക്ക് വീണ്ടും സ്വാഗതം. കാതിക ഒരു ചെറിയ ഇടവേളയിലായിരുന്നു. കുറച്ചു ദിവസം കഥകൾ ഇല്ലായിരുന്നു. ഇതാ ഒരു പുതിയ കഥയുമായി കാതിക ഇന്ന്. ഒരു ഗുസ്തിക്കാരന്റെ കഥയാണ് കാതികയിൽ ഇന്ന് പറയുന്നത്. ഗുസ്തിക്കാരെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ടിവിയിൽ ഒളിമ്പിക്സ് കാണുമ്പോഴും മറ്റ് കളികൾ കാണുമ്പോഴും കണ്ടിട്ടില്ലേ, നല്ല വണ്ണമുള്ള നല്ല തടിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. അങ്ങനൊരു ഗുസ്തിക്കാരന്റെ കഥയാണ് ഇന്ന്. ഗുസ്തിക്കാരന് ഒരു ഗുണമുണ്ടായിരുന്നു, അതോ ഒരു ദോഷമുണ്ടായിരുന്നു. എപ്പോഴും വീമ്പ് പറയുമായിരുന്നു. താൻ ഒരു ശക്തിമാനാണ്, തനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അത് കേട്ട് നാട്ടുകാർ അവനെ കളിയാക്കും. ഗുസ്തിക്കാരൻ പറയുന്ന കാര്യങ്ങളോ, താൻ ശക്തിമാനാണ്, തനിക്ക് ആനയെ പൊക്കാം, തനിക്ക് ഒരു ഇടികൊണ്ട് മരം മറച്ചിടാം എന്നൊക്കെയാണ് ഗുസ്തിക്കാരൻ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? കൂട്ടുകാർക്കും ഇതുപോലുള്ള മറ്റു കൂട്ടുകാരുണ്ടോ? എപ്പോഴും വീമ്പ് പറഞ്ഞ് നടക്കുന്നവർ, അല്ലെ? തന്റെ വീട്ടിൽ അതുണ്ടെന്നും ഇതുണ്ടെന്നും ഒക്കെ പറഞ്ഞ് എപ്പോഴും കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഗുസ്തിക്കാരൻ ഒരു ദിവസം വീമ്പ് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി പോയ ഒരു വൃദ്ധൻ പറഞ്ഞു, താൻ ഇത്ര ശക്തിമാനാണെങ്കിൽ കാട്ടിപ്പോയി ആ രാക്ഷസനോട് മത്സരിക്കുക. രാക്ഷസനെ ഇടിച്ച് തോൽപ്പിച്ചാൽ താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഗുസ്തിക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു രാക്ഷസനടുത്ത് പോയപ്പോൾ രാക്ഷസൻ എന്നെ കണ്ടതും ഒറ്റ ഓട്ടമായിരുന്നു, മത്സരിക്കേണ്ടി വന്നതേയില്ല. വൃദ്ധൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ നാളെ തന്നെ പൊക്കോളൂ. അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. അതെ അതെ, ഗുസ്തിക്കാരൻ നാളെ പോകുന്നു. അപ്പോഴാണ് ഗുസ്തിക്കാരന് അക്കിടി മനസ്സിലായത്. ഇനി രക്ഷയില്ല, കാട്ടിപ്പോയി ആ രാക്ഷസനുമായി മത്സരിക്കേണ്ടി തന്നെ വരും. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു വൃദ്ധ നിപ്പുണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഗുസ്തിക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അമ്മുമ്മ, ആ വൃദ്ധ, ആ ഗുസ്തിക്കാരന്റെ കയ്യിൽ ഒരു മുട്ടയും ഒരു കല്ലുപ്പും കൊടുത്തു. ഒരു വലിയ കഷ്ണം കല്ലുപ്പും കൊടുത്തു. അടുത്ത ദിവസം ആ ഗുസ്തിക്കാരൻ കാട്ടിച്ചെന്നു. അവിടെ രാക്ഷസനുണ്ടായിരുന്നു. ഇയാളെ കണ്ടതും രാക്ഷസൻ ചാടി മുന്നിൽ വന്നു. ഇന്നത്തെ അത്താഴം ഇവൻ തന്നെ. രാക്ഷസൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗുസ്തിക്കാരൻ പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നെക്കാളും ശക്തിമാൻ താങ്കളാണ്. ഒരാളെക്കാളും കൂടുതൽ ശക്തിമാനാണെങ്കിലല്ലേ മറ്റേയാളെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. രാക്ഷസനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാക്ഷസൻ പറഞ്ഞു, ശരി, പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെക്കാളും ശക്തിമാൻ? അവിടെ കിടന്ന ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ ഗുസ്തിക്കാരൻ പറഞ്ഞു, ഈ കല്ല് ഞാൻ എൻ്റെ വിരലുകളുടെ ഇടയിൽ വെച്ച് ഞെക്കി പൊട്ടിക്കാം. രാക്ഷസൻ പറഞ്ഞു, കാണട്ടെ. ആ ഗുസ്തിക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുപ്പ് പയ്യെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേ നോക്കൂ, ഇതാണ് കല്ല്. എന്നിട്ട് ഒറ്റ ഞെക്ക്, കല്ലുപ്പ് പൊടിഞ്ഞുപോയി. രാക്ഷസൻ നോക്കി. ഇത്രയുള്ളോ കാര്യം? അവിടെ കിടന്ന വലിയൊരു പാറക്കഷ്ണമെടുത്ത് രാക്ഷസനും ഒറ്റ ഞെക്ക്, അത് പൊട്ടി. ഇനി എന്തെങ്കിലും സൂത്രം ചെയ്തേ പറ്റൂ എന്ന് നമ്മുടെ ഗുസ്തിക്കാരന് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇതാ ഒരു കല്ല്,
ഈ കല്ല് ഞാൻ ഞെക്കി ഇതിൽ നിന്ന് വെള്ളം വരെ പുറത്തെടുക്കും. രാക്ഷസൻ പറഞ്ഞു, കാണട്ടെ, അതൊരു പുതിയ കാര്യം തന്നെയായിരിക്കും. ഗുസ്തിക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മുട്ട പയ്യെ പുറത്തെടുത്തു. എന്നിട്ട് കല്ലിന്റെ കൂടെ കൈപ്പിടിച്ചു. എന്നിട്ട് ഒറ്റ ഞെക്ക്. അപ്പോൾ എന്തു പറ്റി? മുട്ട പൊട്ടി. മുട്ടയിൽ നിന്നുള്ള വെള്ളവും താഴെ വീണു. അത് കണ്ടപ്പോൾ രാക്ഷസന് പേടിയായി. ഇവനൊരു ഭയങ്കരൻ തന്നെ. ഇവന് കല്ലിൽ നിന്ന് വരെ വെള്ളമെടുക്കാൻ കഴിയുന്നു. രാക്ഷസൻ ഉടനെ പറഞ്ഞു, സന്ധ്യയായി, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് നാളെ മത്സരം തുടർന്നാലോ? ഗുസ്തിക്കാരൻ സമ്മതിച്ചു. എന്തായാലും നിങ്ങൾ കാട്ടിലേക്ക് വന്നതല്ലേ, എന്റെ വീട്ടിൽ വന്ന് കിടക്കാം. നാളെ നമുക്ക് മത്സരിക്കാം. ഗുസ്തിക്കാരനും രാക്ഷസന്റെ ഗുഹയ്ക്കകത്തേക്ക് പോയി. എന്നിട്ട് ഗുസ്തിക്കാരനെ രാക്ഷസൻ സുഖമായിട്ട് ഒരു കട്ടിൽ കിടത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ കിടന്നു, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, രാവിലെ കാണാം. ഗുസ്തിക്കാരൻ അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, വിശ്വസിക്കാൻ പറ്റിയ ഒരാളല്ല നമ്മുടെ രാക്ഷസൻ. ഗുസ്തിക്കാരൻ അറിയാമായിരുന്നു രാത്രി വന്നിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. അതുകൊണ്ട് ഗുസ്തിക്കാരൻ എന്ത് ചെയ്തു? തലയണയെടുത്ത് കട്ടിലിൽ വെച്ചിട്ട് കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു. എല്ലാം വിശ്വസിച്ച പോലെ തന്നെ രാക്ഷസൻ രാത്രി ഒരു വലിയ വടിയുമായി വന്നു. കട്ടിൽ പൊതിച്ചു കിടക്കുന്നത് നമ്മുടെ ഗുസ്തിക്കാരനാണെന്ന് കരുതി രാക്ഷസൻ അടിക്കാൻ തുടങ്ങി. കുറെ നേരം അടിച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസൻ നമ്മുടെ ഗുസ്തിക്കാരൻ ചത്തുപോയി എന്ന് വിചാരിച്ച് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗുസ്തിക്കാരൻ കട്ടിലിനടിയിലുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഗുസ്തിക്കാരൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഗുസ്തിക്കാരനെ കണ്ടപ്പോൾ രാക്ഷസൻ ഞെട്ടിപ്പോയി. ഇവനെയല്ലേ ഞാൻ ഇന്നലെ 4-5 അടി കൊടുത്ത് കൊന്നു എന്ന് വിചാരിച്ചേ? ഇവൻ പിന്നെയും വന്നു. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗുസ്തിക്കാരൻ രാക്ഷസനോട് പറഞ്ഞു, നിങ്ങളുടെ ഇവിടെ എന്തൊരു കൊതുകാണ്. ഇന്നലെ രാത്രി 4-5 കൊതുക് എന്നെ വന്ന് കുത്തി. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കേട്ടപ്പം രാക്ഷസന് മനസ്സിലായി, താൻ വടി കൊണ്ട് ഇത്രയും മുറുക്കി അടിച്ചിട്ട് അയാൾക്ക് കൊതുകടി പോലെയാണ് എന്ന് തോന്നുന്നു. ഇവനൊരു ഭയങ്കരൻ തന്നെ. ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇയാൾ എന്നെ ഇന്ന് കൊല്ലും. രാക്ഷസൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. അത് കണ്ടപ്പോൾ നമ്മുടെ ഗുസ്തിക്കാരൻ ചിരിച്ചു. തന്റെ വിദ്യ ഫലിച്ചു എന്ന് ഗുസ്തിക്കാരന് മനസ്സിലായി. തിരികെ നാട്ടിൽ ചെന്ന് ഗുസ്തിക്കാരൻ തന്റെ കഥകൾ തുടർന്നു. ഈ പ്രാവശ്യം ഒരു വ്യത്യാസം മാത്രം. ഗുസ്തിക്കാരൻ പറയുന്ന കഥകളെല്ലാം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഗുസ്തിക്കാരൻ തന്റെ കഥകൾ കൂടുതൽ വീമ്പോടെ പറയാനും തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഗുസ്തിക്കാരന്റെ കഥ? പൊങ്ങച്ചം പറയുന്ന ആളാണെങ്കിലും സമയത്ത് നല്ലപോലെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗുസ്തിക്കാരൻ രക്ഷപ്പെട്ടു. അടുത്ത കഥയുമായി കാതിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.